ഇറ്റ്സ് മീ ചന്ദ്രു ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം കേട്ടറ്റ് എക്സാം ഇപ്പോൾ ഉടനെ ഇനിയിപ്പോൾ അടുത്ത എക്സാം കൂടിയുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഓൾറെഡി നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും പിന്നെ ഇപ്പോഴത്തെ കേട്ടറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വരുന്ന 2-3 വീഡിയോസിലൊക്കെ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കേട്ടറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഞാനിപ്പം കേട്ടറ്റ് എക്സാമിന് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെന്താണ് എൻ്റെ BEd കോഴ്സ് നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്താണ് കുറേയൊക്കെ വീഡിയോസിൽ ഡിലേ വന്നു. പിന്നീട് ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്കിംഗ് ആണ്, ഞാനൊരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം നമ്മുടെ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വർഷം ജോയിൻ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ BEd കഴിഞ്ഞു, അപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു ജോലിക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഇരുന്ന കാരണം പിന്നെ ടെക്സ്റ്റ് മാറി വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന കാരണം നമ്മൾ കേട്ടറ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. അപ്പം സ്കൂളിലെ 8-10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി പഠിപ്പിക്കണം, അങ്ങനെയുള്ള കുറച്ച് തിരക്കുകൾ കാരണം എന്താണ് നമ്മൾ കേട്ടറ്റ് പയ്യെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അപ്പം എന്താണ് ഇപ്പോൾ ഏകദേശം 10th പോർഷൻസ് ഏകദേശം തീർന്നു. ഇപ്പോൾ 8 തീരാറായി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ടൈമുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പം നമുക്ക് സ്കൂളിലേക്ക് അത്രയും ഫോക്കസ് ചെയ്യേണ്ട വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നോട്ട്സുകളൊക്കെ തന്നെ ഒരു സൈറ്റൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചാനലിൽ. ഓക്കെ, അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓക്കെ, ഇനി എനിക്ക് അടുത്ത വർഷം ഒരുപക്ഷെ അത്രയും എഫർട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ നിന്നുപോയ കേട്ടറ്റ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ശ്രമം പയ്യെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ കേട്ടറ്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം കേട്ടറ്റ് ഇല്ലാതെ ഒരു ടീച്ചിങ് ജോബ് ഇനിയിപ്പം ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ തന്നെ എല്ലാവരും കേട്ടറ്റ് ഉള്ളവരാണ്, കേട്ടറ്റ് സെറ്റ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ക്വാളിഫൈ ചെയ്തവരാണ്. അത് മാത്രമല്ല സ്കൂളുകളിലേക്ക് കേട്ടറ്റ് നിർബന്ധമാണ് എന്ന രീതിയിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ എന്താണ് നമ്മൾ ഇനിയിപ്പോൾ പഠിച്ചിറങ്ങുന്നവരെന്തായാലും കേട്ടറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കേട്ടറ്റ് ഉണ്ടെങ്കിലേ ഒരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും കുറേ പേര് കേട്ടറ്റ് ഇല്ലാതെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഉള്ള വർഷങ്ങളിലൊന്നും അത്ര ഇതിനെന്താണ് കേട്ടറ്റ് വേണമെന്നൊരു നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ സെറ്റുള്ളവർ അങ്ങനെയൊക്കെ പല രീതിയിൽ എന്താണ് ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ് കേട്ടറ്റ് ക്വാളിഫൈ ആകണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇപ്പം എന്താണ് കേട്ടറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ കോടതിയുടെ വിധി എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവസാന വാക്ക് എന്താണ്, അതിനെക്കുറിച്ചൊന്നും ഇതുവരെ വ്യക്തമാവാത്ത കാരണം ഇപ്പം കറൻ്റ്ലി കേട്ടറ്റ് ഇല്ലാതെ സ്കൂളിൽ ജോലിക്ക് പ്രവേശിച്ചവരും കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് വേണ്ടി എന്താണ് സ്പെഷ്യൽ കേട്ടറ്റ് എക്സാമുകളൊക്കെ നടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഉള്ള കാലത്ത് കേട്ടറ്റ് ഇല്ലാതെ ഒരു ടീച്ചർ ജോബ് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയാണ്. ഇനിയിപ്പോൾ നമ്മൾ അത് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് സ്കൂളാണെങ്കിലും ഒക്കെ എന്താണ് നമ്മുടെ സാലറി പാസ്സാവുന്നതിലും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം കേട്ടറ്റ് ഇല്ലാതെ ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് കേട്ടറ്റിന് വേണ്ടി എന്ത് ചെയ്യുക, ഇനിയിപ്പം ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക. കാരണം ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്താണ് മെയിനായിട്ട് പറയാനുള്ളത്. അവരെന്താണ് അതായത് ഇപ്പം ഡിഗ്രി PG അല്ലെങ്കിൽ BEd ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും കേട്ടറ്റൊക്കെ ക്വാളിഫൈ ചെയ്യുക, എന്നിട്ട് ഒരു ജോലിയിലേക്ക് കയറുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഞാനിപ്പോൾ എന്താണ് കേട്ടറ്റ് ഹിന്ദിക്ക് വേണ്ടി, അതായത് 3-4 ഹിന്ദിക്ക് വേണ്ടിയാണ് ആദ്യമൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഒരു തിങ്കിങ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ സ്കൂളിലെ ആ ഒരു പോർഷൻസൊക്കെ ഏകദേശമൊക്കെ സെറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് ആ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണം എന്നുകൂടി വിചാരിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കേട്ടറ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥിതിക്ക് എങ്ങനെ കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് പലരും, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും കമൻസുകൾ വരുന്നുണ്ട്, ഞാൻ കുറേയൊക്കെ റിപ്ലൈ തരാറുണ്ട്. ഓക്കെ, അപ്പം എനിവേസ് നമ്മളൊരു എന്താണ് ഇനി വരുന്ന വീഡിയോസുകളിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് പതിയെ ക്ലാസ്സുകളും കൂടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇതാണ് ഒരു ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കേട്ടറ്റ് ഇല്ലാതെ ഒരു ടീച്ചിങ് ജോബ് എന്ന് പറയുന്ന ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് കേട്ടറ്റ് പ്രിപ്പറേഷനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഗൈസ്, തബ് തക് के लिए ओके बाय.